ശാന്തി. ഞാൻ അവ്യക്തവദനത്തിൽ ബാപ്പുദാദയുടെ സന്മുഖത്തിലാണ്. ബാപ്പുദാദ എനിക്ക് വിജയത്തിൻ്റെ തിലകം ചാർത്തിത്തരികയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ വരദഹസ്തത്താൽ എന്നെ വിജയമാല അണിയിക്കുന്നു. എനിക്ക് വരദാനവും നൽകുന്നു. കുട്ടി, സദാ വിജയീ ഭവ. വരദാനത്താൽ ഭർപൂറായി ഞാൻ സാകാരവദനത്തിലേക്ക് മടങ്ങുന്നു. ഈ സാകാര ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ ഈ സ്മൃതിയിലാണ്. വിജയം എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ ആത്മാ നിശ്ചയബുദ്ധിയായി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് സദാ വിജയിയാകുന്നു. വിജയമാലയിലെ മണിയാകുന്നു. ഇപ്പോൾ ബാബയുടെ കൂടെ സ്വയം തന്നിൽ, പരിവാരത്തിൽ, ബാബയിൽ, ഡ്രാമയിൽ പൂർണ്ണ നിശ്ചയമാണ്. ഈ നിശ്ചയത്തിലാണ് എൻ്റെ വിജയം. സ്വയം സർവശക്തിവാൻ ബാബ എൻ്റെ കൂടെയുണ്ട്. അവരുടെ മുഴുവൻ ശക്തിയും എന്നിലുണ്ട്. എൻ്റെ വിജയം നിശ്ചിതമാണ്. ഞാൻ സമാനധാരി, ഡബിൾ കിരീടധാരി, സ്വരാജ്യ അധികാരി ആത്മാവാണ്. എൻ്റെ സമാനത്തിൻ്റെ ലഹരി സദാ എൻ്റെ ചലനത്തിലും മുഖത്തിലും കാണപ്പെടുന്നു. ഓരോ ആത്മാവിനെയും ഉയർന്ന ദൃഷ്ടിയോടെ കാണുന്നു. പരിവാരത്തോട് സത്യമായ പ്രീതി വയ്ക്കുന്നു. ഡ്രാമയിലെ ഓരോ സീനും സാക്ഷിയായി കാണുന്നു. ഓരോ പ്രശ്നങ്ങളെയും പരിവർത്തനപ്പെടുത്തി വിജയിയായിത്തീരുന്നു. ഞാൻ കൽപ്പം മുമ്പും വിജയിയായിരുന്നു. കൽപ്പകൽപ്പം ആയിത്തീരുകയും ചെയ്യും. ജ്ഞാനത്തെ ധാരണ ചെയ്യുന്നു. മറ്റുള്ളവരുടെയും മംഗളം ചെയ്യുന്നു. ഞാൻ സത്യമായ സമ്പാദ്യമുണ്ടാക്കുന്നു. ഞാൻ ബാബയുടെ ഓർമ്മയിലിരുന്ന് മുരളി കേൾക്കുന്നു. അഹങ്കാരത്തിൽ വരില്ല. ശിവബാബ പരമധാമത്തിൽ നിന്നും വന്ന് മുരളി കേൾപ്പിക്കുന്നു. ശിവബാബയുടെ മുരളിയാണ് ഞാൻ കാതുകളിലൂടെ കേൾക്കുന്നു. അപ്പോൾ ബുദ്ധി അലയുകയില്ല. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. സ്വദർശന ചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സർവോത്തമ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷണനാണ്. സ്വദർശന ചക്രധാരിയാണ്. ഭഗവാൻ വിശ്വത്തിൻ്റെ ചക്രവർത്തിയാക്കാൻ പഠിപ്പിക്കുന്നു. എനിക്ക് ബാബയിൽ നിന്നും തീർച്ചയായും
സമ്പത്തെടുക്കണം. ബാബയെ ഉപേക്ഷിക്കുന്നതിലൂടെ സമ്പത്ത് സമാപ്തമാകും. നിശ്ചയബുദ്ധി വിജയി, സംശയബുദ്ധി വിനശന്തി. ജ്ഞാനം ഒരേ ഒരു ബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ. ബാക്കിയെല്ലാം ഭക്തിയാണ്. ഞാൻ മുരളി കേൾക്കുമ്പോൾ ബുദ്ധിയോഗം പുറമേക്ക് അലയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. സദാ സ്മൃതിയുണ്ടായിരിക്കുന്നു. ഞാൻ ശിവബാബയുടെ മഹാവാക്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഓർമ്മയുടെ യാത്രയാണ്. ഞാൻ സ്വയത്തെ നോക്കുന്നു. എന്നിൽ ജ്ഞാനയോഗവും ദൈവിക ഗുണങ്ങളുമുണ്ടോ എന്ന്. മായക്ക് വശപ്പെട്ട് വികർമ്മമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് നിമിത്ത ഭാവത്തിൻ്റെ സ്മൃതിയിലൂടെ ബഹളങ്ങൾ സമാപ്തമാക്കുന്ന സദാ അചഞ്ചലരും ദൃഢതയുള്ളവരുമായി ഭവിക്കൂ. നിമിത്ത ഭാവത്തിലൂടെ ഞാൻ എൻ്റേത് എന്ന ഭാവം സഹജമായി സമാപ്തമാകുന്നു. അചഞ്ചലവും ദൃഢവുമായ സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നു. സർവകാര്യങ്ങളിൽ നിന്നും വേറിട്ടവരായാൽ പരമാത്മാ ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ അനുഭവമുണ്ടാകുന്നു. ഓം ശാന്തി.